പാളിപ്പോയ ഒരു കീച്ചൻ്റെ കഥ കേട്ടാലോ? എല്ലാവരും കീച്ചൻ ക്ലേ കൊണ്ട് ചെയ്യുന്ന കണ്ട് ഒരു ആഗ്രഹം മൂത്ത് മേടിച്ച ക്ലേ ആണിത്. എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും ഒരു വലിയ ഐഡിയ ഇല്ലായിരുന്നു. എന്നാലും കണ്ട വീഡിയോസൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് മേടിച്ചു. ഉണ്ട്, ആ പാക്കിൽ ഇങ്ങനെ 2 എണ്ണം ഉണ്ട്. ഈ രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് വേണം ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട്. ഇത് ഫെവിക്രിലിൻ്റെ ആണേ. അപ്പം ഞാൻ രണ്ടും കുറച്ച് പോർഷൻസായിട്ട് എടുത്തു. എന്നിട്ടത് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സായി ഒരു വൈറ്റ് ഷെയ്ഡ് വരണം നമ്മുടെ ക്ലേ. അത് വൈറ്റ് ഷെയ്ഡായി കഴിയുമ്പോഴാണ് കറക്റ്റ് ആകുന്നത്. അപ്പോൾ കണ്ടോ, ഞാൻ റോൾ ചെയ്ത് വൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അത് ഞാൻ കുഞ്ഞു ബോൾസായിട്ട് എടുത്ത് ഒരു ഫ്ലവറാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. ഫ്ലവർ ആയോ എന്ന് ചോദിച്ചാൽ ആയി, എന്നാലും ഞാൻ അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് അല്ല എൻ്റെ ഫൈനൽ റിസൾട്ടിൽ. എന്തായാലും കണ്ടു നോക്കാം. കണ്ടോ, ഞാൻ കുഞ്ഞു ബോൾസായിട്ട് ഓരോരോ എതളുകൾക്ക് വേണ്ടിയിട്ട് ബോൾസാക്കിക്കൊണ്ടിരിക്കുകയാണ്. 1, 2 അങ്ങനെ ഞാൻ കുറേ എതളുകൾ ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ എതളുകൾ നെക്കി ഓരോ പൂക്കളുടെ ഷേപ്പാക്കി, പൂവിൻ്റെ എതളുകളാക്കി നോക്കി. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ആക്കിയിട്ട് ഒന്ന് ഉണങ്ങാൻ വെച്ചു. ഒരു 2 മണിക്കൂർ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാനതിൽ പതുക്കെ കളർ ചെയ്യുവാണ്. നടുക്കൊരു ബ്രൗൺ ഷെയ്ഡ്, പൂവിൻ്റെ അരിമണികളില്ലേ, അതിന് ഞാൻ ബ്രൗൺ ഷെയ്ഡ് കൊടുത്തു. എതളുകൾക്ക് ഞാൻ ആദ്യം ഒരു ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തു. ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തതിപ്പം എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഞാനതിനെ യെല്ലോ ആക്കി. കണ്ടോ, അതിന് കീ ചെയിന് ഒരിതും